അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ലിവ ഫെസ്റ്റിവലിലേക്കാണ് അല്ലേ? അതെ. അപ്പം നമുക്ക് വണ്ടിയിലൊക്കെ സാധനങ്ങളൊക്കെ സെറ്റാണ്. വണ്ടി കിടപ്പുണ്ട്. നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാന്ന് കാണാം. അപ്പോൾ വണ്ടി ഫുള്ളാണ്. എന്തായാലും നമ്മൾ രണ്ടുപേരെ പോകുന്നുണ്ടെങ്കിലും സാധനങ്ങളൊക്കെ നിറച്ചുണ്ട്. എന്താണെന്നുള്ളതൊക്കെ പിന്നെ പറഞ്ഞു. അപ്പോൾ ഡിക്കിക്കകത്ത് നിറച്ച സാധനങ്ങളുണ്ട്, വണ്ടിക്കകത്ത് നിറച്ച സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകണ വഴിക്ക് കേൾക്കാം. അപ്പം നമ്മൾ ലിവയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ്. ഓക്കെ, 2:30 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് 2.5 മണിക്കൂറുണ്ട് ലിവ എത്താനായിട്ട്. അപ്പോൾ ലിവയിൽ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഡ്യൂൺ ഷോ, എല്ലാവരും ഉണ്ട് അവിടെ. അപ്പം നമുക്ക് എന്തൊരു പോയാൽ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ ഓരോരോ കാഴ്ചകളൊക്കെ പോവാം. അപ്പം ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ. സാധനങ്ങളൊക്കെ സെറ്റാണ്. നമുക്ക് ബാക്കി പോകുന്ന വഴിക്ക് കാണാം. അപ്പൊ നമ്മള് ലിവ റോഡ് കയറിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലെ, വിശ്വാസല്ലേ? അറിയില്ലേ? ദഫ്ര റോഡ് കയറിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ടീമായിട്ടാണ് പോണത്. ഞങ്ങളെ ബന്ധുക്കാരും സ്വന്തക്കാരും ഏതോ ചേട്ടനോ ചേച്ചിയൊക്കെ പറയുന്നത് വരുന്നുണ്ട്. അവർ ലിവയിലേക്കാണ്. നിങ്ങൾക്ക് സ്റ്റിക്കർ കണ്ട് മനസ്സിലാക്കിയത്. അവർ ലിവയിലേക്കായിരിക്കും, നമ്മൾ ലിവയിലേക്കാണ്. ഇങ്ങനെയെങ്കിലും എല്ലാവരും പരിചയപ്പെട്ടത് നമുക്ക് സെറ്റാക്കാം. ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോകണമെങ്കിൽ നാളെ ആവുമായിരിക്കും. കാരണം എന്തുമാത്രം വണ്ടികൾ കിടക്കുന്നു നിങ്ങൾ കാണില്ലേ. ഈ ബ്ലോക്ക് മാറിയിട്ട് വേണം ഞങ്ങൾക്ക് പെട്രോൾ അടിച്ചിട്ട് പോവാൻ. പെട്രോൾ പമ്പ് ഇതും അങ്ങും, വണ്ടി ഇതാ ഇങ്ങും. എന്തെങ്കിലും ക്യൂ തീരുമായിരിക്കും. ഇവിടുത്തെ തിരക്ക് കാരണം ഒരു ചേട്ടൻ പറഞ്ഞു അപ്പുറത്തുണ്ട്. അപ്പുറത്ത് പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പുറത്ത് കുറച്ചേ ഉള്ളൂ തിരക്ക്. ഞാൻ കാണിച്ചു തരാം. ആ സൈഡിൽ കുറച്ച് വലിയ തിരക്കും ഈ സൈഡിൽ അത്യാവശ്യം കുറവ് തിരക്ക്. പക്ഷെ തിരക്ക് തന്നെയാണ്. ഇത്രയും വണ്ടികളും കൂടെ ലിവയിലോട്ട് പോവുകയാണ്. അപ്പൊ ലിവയെ പോകണമെന്നുള്ളവര് പെട്രോൾ അടിക്കാൻ കയറുമ്പോഴത്തേക്ക് ലാസ്റ്റ് മൊമെന്റ് വരെ നിൽക്കരുത്. നിന്ന പണി കിട്ടും. എക്സിറ്റിന് മുന്നേ ആയിട്ട് ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ടാവും. അവിടെ നിന്ന് അടിച്ചാൽ മതി. അവിടെ നിന്ന് അടിച്ച് കയറുമ്പോൾ ഇറ്റ് വുഡ് ബി ബെറ്റർ. അതെ തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവിടെ തന്നെ അടിച്ചിട്ട് വന്നോളും. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ക്യൂവും തിരക്കൊക്കെ കഴിഞ്ഞ് അങ്ങ് നേരം വിളിക്കും. അത് കാരണം എണ്ണ അടിച്ചിട്ട് വരേണ്ടവർ എണ്ണ അടിച്ചിട്ട് വരിക, അല്ലാത്തവർ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുക. ഇപ്പൊ വാഷ്റൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളവർക്ക് പമ്പൊന്നും പറ്റത്തില്ല. അവർ പറ്റത്തെന്നല്ല, ഭയങ്കര തിരക്കാണല്ലേ. അപ്പം ഈ മുകളിൽ തുറന്നു വെസ്റ്റേൺ സൂക്ക്. അപ്പോൾ ഇവിടെ വന്ന വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ATM എല്ലാം ഉണ്ട് അവിടെ ഓപ്പോസിറ്റൊക്കെ. അങ്ങനെ ഞങ്ങൾ ലിവയുടെ റോഡ് എൻ്റർ ആയിട്ടുണ്ടല്ലേ. ലിവ എൻ്റർ ആയില്ലേ? യെസ്, ലിവ എത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണല്ലേ. ചൂടില്ല, പക്ഷെ തണുപ്പില്ല. അങ്ങനത്തെ ക്ലൈമറ്റ്. മരുഭൂമി നോക്കും, മരുഭൂമി മണ്ണ് നോക്കും. കുറെ വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിക്കുള്ളിലേക്ക് കയറാം. ഈ ഒരു സൈഡ് മാത്രമല്ല, അത് ഫുള്ള് കാറാണ്.
துடிக்கிறேன். ഇപ്പം നമ്മൾ വില്ലേജ് കാണാൻ വേണ്ടി കയറാണ്. അവിടെ തന്നെയാണ് മോൺസ്റ്റർ ജാമ്പ് നടക്കുന്നത്. പക്ഷേ തിരക്ക് കാരണം നമ്മൾ നടന്നു പൊക്കോണ്ടിരിക്കുന്നത്. എണീച്ചിട്ട് കുറേ നേരമായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു. എൻ്റെ ഓരോ സാധനങ്ങളെ കാണാണ്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്ക് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ മാത്രം സാധനങ്ങൾ കാണാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചായ കുടിച്ചു, ചായല്ല കട്ടൻ ചായ കുടിച്ചു, ചപ്പാത്തി കഴിച്ചു, ചിക്കൻ ഗ്രില്ല് വിട്ടു. അപ്പോൾ നമ്മൾ ടെൻ്റ് ഒന്നും രാത്രി കാണിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ടെൻ്റൊക്കെ കാണാം. സൗണ്ട് കാരണം കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ വലിപ്പം കാണിച്ചു തരാം. അറിയോ, ഇത്രയുണ്ട്. ടെൻറ്റ് നിന്ന് സഹായിച്ച താത്താക്ക് ഒരുപാട് നന്ദി. അപ്പം ഇതാണ് ടെൻറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥ കണ്ട് ആരും വിഷമിക്കണ്ട. ഞാൻ എൻ്റെ കാണാണ്ട് പോയ സാധനം തപ്പി കളിച്ചതാണ്. അപ്പം ഇതാണ് ടെൻറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥ. പിന്നെ ഇത് നമ്മുടെ ഗ്രിൽ സെറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടേക്കാണ്, കാരണം കാണാണ്ട് പോയ സാധനം കണ്ടുപിടിക്കണം. വണ്ടിൻ്റെ അവസ്ഥ കണ്ടില്ലേ, വണ്ടി ഒന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം. രാവിലെ ഇന്നലത്തെ രാത്രിത്തെ ബഹളങ്ങളോ ഒന്നുമില്ല, എല്ലാം ശാന്തമാണ്. നമ്മൾ ഇവിടെ ഒരുപാട് ടെൻറ്റുകളുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ കുറേ പേരൊക്കെ പോയി. പിന്നെ എന്തൊക്കെ അങ്ങോട്ട് കാണാൻ പറ്റും. മലയല്ലല്ലോ, ഡെസേർട്ടിൻ്റെ മണ്ണിൽ കുറേ ടെൻറ്റുകളുണ്ട്. ഈ സൈഡിൽ വണ്ടികൾ അവരിങ്ങനെ കയറ്റുന്നു ഇറക്കുന്നു എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വാഷ്റൂം ഫെസിലിറ്റീസ് എല്ലാം അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, കാരണം ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നില്ല. എല്ലാം ഓക്കെ. ബാക്കി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണാം. ആ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂം. ഇവിടെ ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഇതാണ് ഫ്രീ ക്യാമ്പിംഗ് ഏരിയ. ബാക്കി കുറേ സ്ഥലത്ത് പെയ്ഡുണ്ട്, ഇവിടെയൊക്കെ ഫ്രീ ആണ്. ഇവിടെ ലേഡീസ്, ഓപ്പോസിറ്റ് ജെൻസ്. ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി, മൊത്തം പൊടി മണ്ണാക്കിയിരുന്നു. നമ്മൾ ടെൻ്റ് ഇട്ടുന്ന സ്ഥലം കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഭയങ്കര വെയിൽ, നല്ല വെയിലുണ്ട്. വിൻ്റർ ആണെന്ന് പറയാൻ പറ്റാത്ത രീതിക്കുള്ള
ചൂടുണ്ട്, 34 ഡിഗ്രി. വണ്ടി ഇങ്ങനെ പൊടി പിടിച്ച് അങ്ങ് അവസ്ഥയായി കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് തിരിക്കണം, കാരണം അത്ര ചൂടുണ്ട്, ഒട്ടും നിൽക്കാൻ പറ്റൂല. അപ്പം ബാക്കിൽ ഇപ്പോഴും എന്താണ് വണ്ടിയുടെ മറ്റേ എന്താണ് പറയണൊക്കെ ഡ്യൂൺസാ ഈ കയറി പോകുന്നതിന് എന്താ പറയുന്നത്? ഡ്യൂൺ പാഷിങ്. അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെയുണ്ട്, ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്, 4 സൈഡിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ മണ്ടലൊക്കെ ക്യാമ്പിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. കുറേ പേരൊക്കെ പോയി, കുറേ പേരൊക്കെ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറാൻ പോവാണ്. തളർന്ന കേസ് എല്ലാം കംപ്ലീറ്റ്ലി ഡൗണായി. അപ്പോൾ ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഫൈനലി ഞങ്ങളെല്ലാം സെറ്റായെന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വണ്ടിക്കകത്ത് കയറി. വണ്ടിക്കകത്ത് മൊത്തം പൊടിമയം. ഫ്രഷ് സ്ട്രോബറി ഞങ്ങൾ കഴിവിയെന്നാണ് വിശ്വാസം. കഴിവ് നല്ല വൃത്തിക്ക് കഴിവിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കണം, വിശക്കുന്നുണ്ട്, പണിയെടുത്ത് വിശക്കണം. എന്ത് കഷ്ടപ്പാടല്ലേ ക്യാമ്പിങ് ഒക്കെ അല്ലേക്കാ. പക്ഷെ അതിന് രസമുണ്ട്, അതാണ്. അപ്പം നമ്മൾ കഴിക്കട്ടെ. അടിപൊളി ഫ്രഷ് സ്ട്രോബറി. ഓഹോ ലേഖ ഫ്രഷ് അല്ലേ? നല്ല ഫ്രഷ് സ്ട്രോബറി കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങണം. ഇവർക്കൊന്നും ഉറക്കാൻ പറ്റുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഇവർക്കൊന്നും ഉറക്കമില്ല, ബാക്കിയുള്ളവർ ഉറങ്ങാനും സമ്മതിക്കൂല. പക്ഷെ ഉറങ്ങാനുള്ളവരും ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, ഇവിടെ വന്നാൽ ഇത് എൻജോയ് ചെയ്യണം. അതാണ് എൻ്റെ സംഭവം. കണ്ടോ ആൾക്കാർ അവരുടെ ട്രെയിലർ അല്ലെന്നല്ലേ എന്നെ പറയുന്നത്? അതൊക്കെ ആയിട്ട് പോകുന്നത്. ആ കാണുന്നത് മൊത്തം ഇത് ഒന്നായിട്ട് കാണിക്കുമ്പോ ഡ്യൂണും ഇങ്ങനെ കാണിക്കുമ്പോ ഡ്യൂൺസാണ്. ഈ ഫോണിൽ കാണുന്ന കണക്കൊന്നുമല്ല കേട്ടോ, ഭയങ്കരമായിട്ടുണ്ട് അവസാനം. ഓക്കെ, എന്ത് വലിയ വണ്ടി. ഇത് ഇന്നലെ രാത്രി കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ രാത്രി എനിക്ക് തന്നെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്ര വണ്ടികളായിരുന്നു ഇവിടെ, വണ്ടികളുണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. കണ്ട വണ്ടികൾ വരുന്നുണ്ടാ, കാലിൽ കൂടെ കേട്ടോ. നമുക്ക് വണ്ടിയിൽ പോകുന്ന മനസ്സിലാക്കാം. ഈ ആൾക്കാർ നടന്നു പോകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ എൻഡിൽ നിൽക്കുന്നുണ്ട്, അത് കണ്ട, അത് മനുഷ്യന്മാരാണ്. ഇവർ നടന്നു പോയതാണോ ഇന്നോലെ വണ്ടിയും വിളിച്ചു പോയതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കയറാനുള്ള ആഗ്രഹം കൂടി വരുന്നു, പക്ഷെ കയറിയാൽ പേടിയാവോ എന്ന് വേറൊരു ഡൗട്ടാണ്. നമ്മുടെ UAE തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്യൂൺ എന്ന് പറയുന്നത്, ആ ഹൈറ്റ് എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിൽക്കുമ്പോൾ മനസ്സിലാവും. ആ വണ്ടികൾ പോകുന്ന കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്, പക്ഷെ നമ്മൾ കയറി ഉറപ്പായിട്ടും പേടിക്കും. നമ്മൾ കയറണ്ട. അങ്ങനെ നമ്മൾ ഡ്യൂൺ ബാഷിംഗ് ഒക്കെ നമ്മൾ ചെയ്തില്ല, കണ്ടതിന് ശേഷം ക്ഷീണം മാറ്റാനായിട്ട് എന്തായിരുന്നു സ്പാനിഷ് ലാറ്റെ കോൾഡ് കോഫി രണ്ടെണ്ണം വാങ്ങിച്ചു. ഭയങ്കര ചൂട്, അപ്പൊ ഇതൊന്നും കുടിച്ചില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റൂല. അങ്ങനെ ഇനി തിരിച്ചു പോകണോ അത് ഇവിടെ തന്നെ വീണ്ടും നിൽക്കണോ എന്ന് ആലോചിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാൻ ചിലപ്പോൾ നിൽക്കും, ചിലപ്പോൾ പോകും. പിന്നെ ഈ സ്പാനിഷ് ലാറ്റയെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടോ നല്ല ഭംഗിയില്ലേ, ഇത് കുടിച്ചു നോക്കിയിട്ട് കൊള്ളാൻ പറ്റുമെന്ന് പറയാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ? തണുത്തൊന്ന് പോയപ്പോ എന്ത് ആശ്വാസമല്ലേ, അടിപൊളി സ്ഥലം, സെറ്റ് സ്ഥലം അല്ലേ? സൂപ്പറാ.
ഒരുപാട് കഫ്റ്റീരിയകളും ഷോപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷെ രാത്രി വന്ന് ചിലപ്പോൾ അത് കാണാൻ പറ്റൂല. ഇനി ഇവിടെ ഇന്നലത്തെ മാത്രം തിരക്കായിരുന്നോ എന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇന്നലെ ഭയങ്കര തിരക്കായ കാരണം ഒരു കഫ്റ്റീരിയ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇന്ന് രാവിലെ എത്രമാത്രം കടകൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പിടിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. കഫ്റ്റീരിയാസ് ഉണ്ട്, പിന്നെ എല്ലാം ഷോപ്പും മന്തിക്കട എല്ലാവരും ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ലിവ വാക്ക് ഇവിടെയാണ് വരുന്നത്. നമ്മളങ്ങനെ ഡ്യൂൺ ബാഷ് ചെയ്യാണ്ട് പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ചെയ്തു ഡ്യൂൺ ബാഷിങ്, ചെറിയ ഡ്യൂൺ ബാഷിങ്. ഡ്യൂൺ ബാഷിങ് എന്നല്ലേ പറയുന്നതിന് അത് തന്നെ. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ ഞങ്ങളത് കഷ്ടപ്പെട്ട് ചെയ്തു. ആരും ചെയ്യാത്ത രീതിക്ക് ഞങ്ങൾ ചെയ്തു അല്ലേക്കാ? കാണിച്ചില്ല എന്താണ് സംഭവം. കാണുന്നുണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുവരൂ. അതാണ് ഞങ്ങളുടെ ഏറ്റവും ലക്ഷറിയസ് വർക്ക് ആ വരുന്നത്. ഇങ്ങോട്ട് നമ്പറപ്പോൾ അങ്ങോട്ട് പോന്നാ. ഒരു ഡ്രൈവറും ഒരു പാസഞ്ചറും ഉണ്ട്. അതെ, ഓഫ് റോഡാണ്. ഞങ്ങൾ ഇപ്പം ഇറക്കിയിട്ടേ ഉള്ളൂ. ആർക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ അത് സാധിച്ചു. ഓക്കെ, അപ്പം നമ്മളത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഫൈനലി നമ്മുടെ അബുദാബി സിറ്റി എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മളിവിടുന്ന് 2:30 മണിക്ക് നമ്മൾ ലിവയിലേക്ക് തിരിച്ചു. ഇന്ന് 2:30 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് അബുദാബി സിറ്റിയിലെത്തി. സിറ്റി പോകേണ്ട കാര്യമില്ല, സിറ്റി പോകുന്നതെന്നാണ് പോകുന്നത്. ഫ്രാൻസിസ്കോ കഴിക്കണം, വിശക്കുന്നുണ്ട്. അപ്പം ചോറ് വേണ്ട, ഫ്രാൻസിസ്കോ കഴിക്കണം. അപ്പം നമുക്ക് അങ്ങനെ ഇരുന്ന കാര്യങ്ങൾ 2:30ക്ക് തിരിച്ചെത്തി അല്ലേ? അതൊക്കെ അപ്പോൾ ഫൈനലി നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലിവ ട്രിപ്പോ ലൈക്ക് കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ സംഭവം സെറ്റായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. പക്ഷെ ഇന്നലെ തിരക്കും കാര്യങ്ങളും കാരണം കുറച്ചൊന്ന് ട്രാഫിക് കാരണം ഒന്ന് ടയേർഡായി. പക്ഷെ ട്രിപ്പും നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അത് തന്നെ. അപ്പം ലിവ എല്ലാവരും പോയിട്ടുണ്ടാവും, പോവാത്തവരെന്തായാലും പോയി നോക്കും. ജാനുവരി 4th വരെ ഉണ്ടല്ലേ ഇവിടെ? 4th വരെ ഉണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും ടയേർഡാണ്. അപ്പം ഇതുപോലുള്ള അടുത്ത വ്ളോഗ്സുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.